ഷീല ഇപ്പോഴും ഇവിടെ ആണോ? അല്ല, സാറ് വരുമെന്ന് വക്കീൽ സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ വന്നതാ. ഈ വീട്ടിപ്പോൾ അടച്ചിട്ടിരിക്കുക. ഷീലയ്ക്ക് മാഡത്തിന് പേടിയുണ്ടായിരുന്നു? ഏയ്, അല്ല അകത്തോട്ട് കയറി. അത് പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള പേടിയല്ലല്ലോ സാറേ, മരിച്ചു കഴിയുമ്പോൾ ഉള്ള പേടി. കയറി. സാറേ, അന്ന് ആരോ കൂടെ ആ മുറിയിലുണ്ടായിരുന്നിരിക്കുന്നു. മുൻവശത്തെ ഗേറ്റ് വഴി എല്ലാം അവനകത്ത് വന്നിരിക്കുന്നു. മതിൽ ചാടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്കായിരിക്കും. ബെല്ലടിച്ചപ്പോൾ എലിസബത്ത് വന്ന് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടാവും. വന്നത് അവർക്ക് പരിചയമുള്ള ആരോ ആണ്. ഇടപ്പുറ വരെ കയറാൻ അധികാരമോ അടുപ്പവുമുള്ള ഒരാൾ. പക്ഷെ അവനെങ്ങനെ ആ വീട് അകത്തുനിന്ന് പൂട്ടി? അവിടെയാണ് അവൻ്റെ യുണീക്ക് ടച്ച്. എലിസബത്ത് മരിച്ചതിന് ശേഷം അവൻ ആ വീട് വിട്ട് പോയിട്ടില്ലെങ്കിലോ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ടുണ്ട്. പിറ്റേ ദിവസം മരണമറിഞ്ഞ ആളുകൾ വരുന്നവരെ, അതും അവർക്ക് വളരെ പരിചയമുള്ളവരാണ്. ഇവിടെ വന്നതിൻ്റെ ഒരു തെളിവും അവനിവിടെ അവശേഷിപ്പിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ച എന്തെങ്കിലും ഒന്ന് ഈ വീട്ടിലുണ്ടാവും. ഈ കേസിലെ ഗോഡ്സ് എവിഡൻസ്. ഈ കോമ്പൗണ്ടിനകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞു നോക്കാം. മുട്ടുസൂചി മുതൽ പിക്കാസ് വരെ ചിലപ്പോൾ ഇതിനകത്ത് കാണും. പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് മാത്രം എടുത്തിട്ട് വരാം. മനസ്സിലായോ? സംശയം തോന്നുന്നത് മാത്രം കേട്ടോ. മതി. ഇതാർക്കാ കിട്ടിയത്? ഇതെന്താ സംശയം തോന്നാൻ കാരണം? അത് ബാത്റൂമിന്റെ അടുത്തുള്ള ജനാലിന്റെ അടുത്ത് നിന്നാ കിട്ടിയത്. അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് ആരും ഗുളിക കഴിക്കാറില്ലല്ലോ. ഭയങ്കര ബുദ്ധിയാണല്ലോ. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ സാറേ. പാലിപ്സിക്സ് ഹൈപ്പൊട്ടൻസി സൈക്കാട്രിക് ഡ്രഗാണ്. ഒരു സാധാരണ വ്യക്തിക്ക് ഇത് കൊടുത്താൽ സൈക്കഡലിക് എക്സ്പീരിയൻസ് ഉണ്ടാവും. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മാത്രമേ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ. So we can trace it. We can and we must. സാറേ, ആ പെണ്ണ് സാറിന്റെ പടം വരച്ചിട്ടുണ്ട്. എന്താ കുട്ടിയെ കാണിച്ചത്? അമ്മയാ ബുക്ക് എടുത്തു തന്നെ. ബുക്ക് എടുക്കാനല്ലേ പറഞ്ഞേ?
ഇനി ഇവിടെ ഇരിക്കട്ടെ. സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണം ഫാദർ. ഇതിപ്പോ കുറേ ആയി. നമ്മുടെ ഓർഫനേജിലെ തന്നെ കുട്ടിയല്ലേ. ഓർഫൻ ഈ കുട്ടി അതിനൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത് ഫാദർ. വെറുതെ സഹതാപം മുതലെടുക്കുക. സർ പ്ലീസ്, ഞാനൊരു ഓർഫനാണ്. ഇങ്ങനെയുള്ള ഓർഫൻ കമൻസ് കേൾക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. ടീച്ചർക്ക് അങ്ങനെയൊക്കെ പറയാം. ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങി പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമാധാനം പറയേണ്ടി വരില്ലേ? ഫാദറെ, ഈ ഒരു ഒറ്റ തവണ ഇനി ഇവളിങ്ങനത്തെ കുരുത്തക്കെട്ടുകളൊന്നും കാണിക്കില്ല, ഞാൻ ഉറപ്പു തരാം. ഓരോ തവണയും വക്കാലത്ത് പറയാൻ സിസ്റ്റർ ഒരാളുള്ളതുകൊണ്ടാണ് ഈ കുട്ടി ഇപ്പോഴും ഇവിടെ പഠിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും കെയറിങ്ങോ അറ്റൻഷനോ കിട്ടാതെ വളർന്ന കുട്ടിയല്ലേ അമ്മയ. അതിൻ്റെ ഒരു കൺസിഡറേഷനെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? അങ്ങനത്തെ കുട്ടികൾ ഒരുപാടുണ്ടല്ലോ ഈ സ്കൂളിൽ. അവർക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ. നന്നാവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. നമ്മൾ ടീച്ചേഴ്സല്ലേ അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത്. ഇറ്റ്സ് വർത്ത് ഗിവ് ഇറ്റ് എ ട്രൈ. അത്ര ഉറപ്പുണ്ടെങ്കിൽ ടീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചെയ്യാം. ഒരു വെല്ലുവിളിയായിട്ടൊന്നുമല്ല, ഈ കുട്ടിയുടെ ടീച്ചർ എന്ന നിലയിൽ അതെൻ്റെ കടമയാണ്. ഇനി അമ്മയുടെ ഉത്തരവാദിത്വം ജസ്റ്റ് ടീച്ചർ ഏറ്റെടുക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, ദിസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഓക്കെ ഫാദർ, താങ്ക് യു. ടീച്ചർ എങ്ങോട്ടാ? ഇന്നല്ല നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്ന മാസ്റ്റർ മൈൻഡ് ക്വിസിന്റെ ഫൈനൽസ്. കൈയടിക്കാനും പ്രോത്സാഹിക്കാനും കുറച്ച് കുട്ടികളെ വേണം ചാനൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി. അതാ അമ്മയും ചെല്ല വരുവാണോ? കേരളത്തിലെ ഏത് ജില്ലയ്ക്കാണ് ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ളത്? ഓപ്ഷൻ എ കണ്ണൂർ, ബി ആലപ്പുഴ, സി കോഴിക്കോട് ആൻഡ് ഡി കാസർഗോഡ്. ഓപ്ഷൻ എ കണ്ണൂർ. ഓപ്ഷൻ എ കണ്ണൂർ ശരി ഉത്തരമാണ്. ഓക്കെ ഓക്കെ അമല, ഇനി ആ കുട്ടികളുടെ ക്ലാപ്പിൻ്റെ ഒരു ഷൂട്ട്. സെക്കൻഡ് രണ്ടാമത്തെ